നമ്മുടെ അടുത്ത പ്രിയപ്പെട്ട അതിഥി കൂടി. അല്ല, കേരള പോലീസുകാർക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യമെന്ന്. അപ്പോ ഇതിനൊരു രസകരമായ കാര്യം എന്നറിയോ, നമ്മളെപ്പോഴും പറയാറില്ലേ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ എന്നൊക്കെ പറയാറില്ലേ, അത്തരത്തിൽ കാക്കിക്കുള്ളിലെ ഒരു നിറഞ്ഞ കലാഹൃദയമാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് സതീഷ് ചന്ദ്രൻ. വേറെ പ്രത്യേകത കൂടിയുണ്ട്, അദ്ദേഹത്തിന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കുടുംബാംഗമാണ്. നമ്മുടെ കഥ പറയുമ്പോൾ റിയാലിറ്റി ഷോയുടെ വിന്നറാണ്. കഥ പറയുമ്പോൾ റിയാലിറ്റി ഷോയുടെ ഫൈനലിസ്റ്റ് ആണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം ചോദിക്കട്ടെ, മനു പറയുന്നതേ മനുവിന് കൃത്യമായിട്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മനുവിന്റെ കലാപ്രവർത്തനത്തെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല, അതുകൊണ്ടാണ് അത് കലാപപ്രവർത്തനമായി മാറാതിരിക്കാനാണ് പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. താങ്കൾ ഇങ്ങനെ ഇപ്പോൾ പോലീസിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സേവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്, അപ്പോൾ കലാപ്രവർത്തനത്തിനൊക്കെ കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായും പോലീസിൽ, നമ്മുടെ കേരള പോലീസിലൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കലാപ്രവർത്തനം വളരെയധികം സപ്പോർട്ട് നൽകുന്ന ഒരു പ്രോത്സാഹനമല്ല വിഷയം. ഞാൻ പറഞ്ഞില്ല പുള്ളിക്ക് പ്രോത്സാഹനത്തിന് കുറവുണ്ടെന്ന്, കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് ചന്ദ്രൻ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അന്ന് കഥ പറയുമ്പോഴേ കഥ പറയണം. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഞാൻ പുതിയതായിട്ട് ഒരു കഥ ചെയ്യുന്നുണ്ട്. അന്ന് കഥ പറയുമ്പോൾ തന്നെ ആദ്യ കഥ അവതരിപ്പിച്ച അസ്തമയമില്ലാത്ത സൂര്യൻ എന്ന് പറഞ്ഞ ഡോക്ടർ എം എ കരീമിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വീണ്ടും ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കഥാപ്രസംഗമാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ 1999 കൊല്ലത്ത് വെച്ച് നടന്നപ്പോഴാണ് ഇതേപോലെ ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചത്. കർണൻ എന്നൊരു കഥയാണ് അവതരിപ്പിച്ചത്. ആ കഥ തീർച്ചയായും പിന്നെ ശരി, ഒരു മഹാഭാരതത്തിലെ കഥയൊക്കെ പറയുമ്പോൾ വളരെയധികം സമയമെടുക്കും. ഒരു കഥാപ്രസംഗമായി പറയാൻ കഴിയില്ല. നമുക്കൊരു ഒരു വലിയ മുഹൂർത്തത്തിന്റെ ചെറിയൊരു ഭാഗം അല്ലെ, ചെറിയൊരു ഭാഗം. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് കർണന്റെ അടുക്കിലേക്ക് കുന്തിദേവി വരികയാണ്. മകനെ, നീ എന്റെ ആദ്യ മകനാണ് എന്ന് തുറന്ന് പറയാൻ വരികയാണ്. നീ പാണ്ഡവ പക്ഷത്തേക്ക് വരൂ എന്ന് പറയാൻ ഗംഗാ ഉച്ചവിരണ്ട ചൂടേറ്റ് ചുട്ടുപുള്ളി കിടക്കുന്നു. ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരികയാണ്. അവിടെ അരോഗദൃഢഗാത്രനായ ഒരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹം തലയുയർത്തി നിൽക്കുന്നു. വൃദ്ധയായ ഒരു സ്ത്രീ വരുന്നു. ശരീരം കൃശമാണെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണന്റെ പ്രണാമം. അവിടുന്ന് ആരാണെന്ന് അറിയിച്ചാലും ഈ കൊടുമ്പെയിലിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറിഞ്ഞ് കർണനെ കാണാൻ വന്ന കാരണം എന്താണെന്ന് അറിയിച്ചാൽ. അത് കേട്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ആ അമ്മ പറഞ്ഞു, മോനെ, നീ രാധേയനല്ല, നീ കൗന്ദയനാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പാണ്ഡവ മാതാവായ ഈ കുന്തിയാണ് മോനെ നിന്നെ പ്രസവിച്ച അമ്മ. ഇത്രയും പറഞ്ഞതും അവർ തലചുറ്റി വീഴാൻ തുടങ്ങി. കാരണം അവരെ താങ്ങി പിടിച്ച് തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അമ്മ ജീവിതത്തിൽ ആദ്യമായി പെറ്റമ്മയുടെ മുഖം കാണുന്നു. ജീവിതത്തിൽ ആദ്യമായി പെറ്റമ്മയുടെ ചൂടറിയുന്നു. സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, ആ ദീർഘകായന്റെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ കുന്തിയുടെ മുഖത്ത് വീണ് ചിതറി. തന്റെ കടിഞ്ഞൂൽ പുത്രന്റെ കണ്ണീര് വീണ് മുഖം നനഞ്ഞപ്പോ ആ അമ്മ കണ്ടു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവരെന്തോ പറയാൻ തുടങ്ങുമ്പോൾ ദേവി തടഞ്ഞു. ദേവി, അങ്ങയുടെ മകനാണ് ഈ കർണനെന്ന് പറയുവാനുള്ള എത്രയോ സന്ദർഭങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ ആ ദിവസം, ആയുധപന്തയത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്ന ദിവസം. അന്ന് കൃപാചാര്യർ എന്നോട് ചോദിച്ചു, നിന്റെ ജാതി ഏത്, നീ ഏത് രാജകുടുംബത്തിൽ പിറന്നതാണ്, അർജുനനോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്താണ് യോഗ്യത? അന്ന് വില്ല് നിലത്തെറിഞ്ഞ് ഒന്നും പറയാൻ കഴിയാതെ ആ വലിയ സഭയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിച്ച് നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് നിന്ന് പറയാമായിരുന്നില്ലേ, അവൻ എന്റെ മകനാണ്, കുന്തിപുത്രനാണ് കർണൻ, സൂര്യപുത്രനാണ് കർണൻ എന്നമ്മ അങ്ങനെ എന്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ കർണന്റെ ആത്മാഭിമാനത്തിൽ എന്ത് തിളക്കമായിരുന്നെ. അപമാനഭാരത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട അന്ന് മരിച്ചു കർണൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കർണൻ സുയോധനൻ ദാനം തന്ന ജീവിതം പേർന്ന കർണനാണ്. ഈ ജീവിതം എക്കാലും അവനുള്ളതാണ്. ദേവി, ഉണ്ടചോറിന് നന്ദികേട് കാണിക്കാനും ആത്മമിത്രത്തെ വഞ്ചിക്കാനും അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാനും ദയവായി അവിടുന്ന് ഇവിടെ ഉപദേശിക്കരുത്. ഈ രംഗം ഇവിടെ അവസാനിപ്പിക്കാം. അവിടുന്ന് കൊട്ടാരത്തിലേക്ക് വിടവുണ്ടാകും. കുന്തിയുടെ മുഖം പരമദയനീയമായി കാണപ്പെട്ടു. അവർ വിങ്ങി പറഞ്ഞു, മോനെ,
പ്രതികൂല പരിസ്ഥിതിയിൽ ചെയ്തു പോയൊരു അപരാധത്തിന് പിന്നെ ഒരിക്കലും മാപ്പില്ലേ കർണ? കുന്തിക്ക് പ്രായച്ചിത്തമില്ലേ കർണ? ഒരു നാളിലറിയാതെ ചെയ്തൊരു തെറ്റിന് മകനെ നീ മാപ്പ് തരില്ലേ? പല കാലമായത് പറയാനൊരുങ്ങിയൻ ഹൃദയം തുടിക്കുകയല്ലേ? അമതൻ ഹൃദയം തുടിക്കുകയല്ലേ? ഓക്കെ, ഗംഭീരമായിരുന്നു. സാധ്യമായിരുന്നു കേട്ടോ. ആ, ഗംഭീര അദ്ദേഹത്തോട് performance നമുക്ക് ചോദിക്കാം, ഇനിയും വിശേഷങ്ങളിലേക്ക് വരാം. കഥാപ്രസംഗ കുലപതിയുടെ നാട്ടിൽ നിന്ന് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ എന്താ തോന്നുന്നത്? ഏറെ സന്തോഷമുണ്ട്. ഒരു കാഥികൻ എന്ന നിലയിലും കൊല്ലംകാരൻ എന്ന നിലയിലും ഒക്കെ വളരെയധികം ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, അതിലുപരി ആവേശത്തോടു കൂടിയാണ് ഈ കലോത്സവ നഗരിയിൽ നിൽക്കുന്നത്. കാരണം കൊല്ലത്ത് വെച്ച് നടക്കുന്ന 4ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണിത്. ആദ്യത്തെ 1988 എനിക്കൊക്കെ വളരെ 2-3 വയസ്സ് പ്രായമുള്ളപ്പോൾ. അതിനുശേഷം 99 ഇവിടെ നടക്കുമ്പോൾ അതിലെ മത്സരാർത്ഥിയായിരുന്നു. 2008 നടക്കുമ്പോൾ സംഘാടകനായിരുന്നു. ഇപ്പോൾ 16 വർഷങ്ങൾക്കിപ്പുറം 2024 കൊല്ലത്ത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ പോലീസ് പവലിയൻ്റെ ഭാഗമാകാൻ കഴിയുന്നു ഒരു പോലീസുകാരൻ എന്ന നിലയിൽ. പിന്നെ ഒരു ആസ്വാദകനായി ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഏറെ അഭിമാനമാണ്, സന്തോഷമാണ്. പിന്നെ ഒരു കഥാപ്രസംഗം എന്ന നിലയിൽ കൊല്ലത്ത് ഈ കലോത്സവം നടക്കും വലിയൊരു പ്രത്യേകതയുണ്ട്. കഥാപ്രസംഗത്തിൻ്റെ ഈ വർഷത്തെ പ്രത്യേകത അറിയാമല്ലോ. 2024 എന്ന് പറഞ്ഞ കഥാപ്രസംഗത്തിന് 100 വർഷം തികയുന്ന ദിവസമാണ്. അതുകൊണ്ടൊക്കെ തന്നെ കൊല്ലം കഥാപ്രസംഗത്തിൻ്റെ ഈറ്റിലുമാണല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരക്ഷരകുക്ഷികളായ മലയാളികളെപ്പോലും ഷെല്ലിയും ഷേക്സ്പിയറിനെയും ടോൾസ്റ്റോയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്ത വി സാംബശിവൻ്റെ നാട്. കഥാപ്രസംഗത്തെ ലോകത്തെ മറ്റേതൊരു കലാരൂപത്തോടൊപ്പം ഉയർത്തിവെക്കാൻ കഴിയുന്ന ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ജനകീയ കലയാക്കി മാറ്റിയ സാംബശിവൻ്റെയും ഹർഷകുമാറിൻ്റെയും കൊല്ലം ബാബുവിൻ്റെയും തേവർത്തോട്ടം സുകുമാരൻ്റെയും കടക്കോട് വിശ്വംഭരൻ്റെയും ഇരുവരും ഭാസിയുടെ ഒക്കെ അങ്ങനെ നിരവധി അത്ഭുത പ്രതിഭകളായ ഖാദികന്മാരുടെ നാടാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഈ കലാകേരളമാകെ സ്കൂൾ കലോത്സവമായി കൊല്ലത്തേക്ക് എത്തുമ്പോൾ, ഈ കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി വർഷം എത്തുമ്പോൾ ഞങ്ങൾ ഏറെ ആവേശത്തിലാണ്. തീർച്ചയായും. ഇനി എന്താ മനു? അല്ല, ഇനി കഥ കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഥ തുടരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടവേളയിലേക്ക് പോയി. അപ്പോൾ ഒരു കഥ കൂടി പറഞ്ഞാലോ? ഒരു കഥയുടെ ഒരു ഭാഗം കൂടി പറയാം. അതായത് 1985 ഒക്ടോബറിലാണ് നമ്മുടെ ബെഞ്ചമിൻ മൊളോയ്സിനെ, കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിന് വേണ്ടി തൂലിക പടവാളാക്കിയ ബെഞ്ചമിൻ മൊളോയ്സിനെ തൂക്കിലേറ്റുന്നത്. ആ കഥയാണ് ഞാൻ കൈരളിയിലെ കഥ പറയുമ്പോൾ ആദ്യം അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇന്ന് 1985 ഒക്ടോബർ 18. സ്വന്തം സഹജീവികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ, കറുത്തവരുടെ മോചനത്തിന് വേണ്ടി തൂലിക പടവാളാക്കിയ യുവകവി ബെഞ്ചമിൻ മൊളോയ്സിനെ തൂക്കിലേറ്റുന്ന ദിവസം ഇന്നാണ്. ജോഹന്നാസ്ബർഗ് സെൻട്രൽ ജയിലിന്റെ മൂലയിൽ ഒരു തൂക്കുമരം. ആ തൂക്കുമരത്തിന്റെ നടുവിൽ ഒരു കൊലക്കേറ് കിടന്നാടുന്നു. പത്തിവിടത്തിയാടുന്ന ഒരു സർപ്പത്തെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. എന്നിട്ട് കോണിപ്പെട്ടി ചവിട്ടി ഒരാൾ കയറി വരുന്നു. ആരാച്ചാർ. അയാൾ ബെഞ്ചമിനെ ഒന്ന് നോക്കി. ആരാച്ചാരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്തിനാണ് ആരാച്ചാർ കരയുന്നത്? എത്രയോ പേര് തൂക്കിലേറ്റുന്നവരാണ് ആരാച്ചാർ. പക്ഷേ ആരാച്ചാർക്ക് ബെഞ്ചമിനെ അറിയാമായിരുന്നു. ബെഞ്ചമിന്റെ കവിതകൾ വായിച്ചിട്ടുണ്ട്. ബെഞ്ചമിനെ ഏറെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു, അനുകരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ തൂക്കിലേറ്റമെന്ന് ഓർത്തപ്പോൾ ആരാച്ചാരുടെ കണ്ണുകൾ നിറഞ്ഞു. അതാ ജയിൽ സൂപ്രണ്ട് ബെഞ്ചമിൻ മൊളോയ്സിന്റെ അടുക്കിലേക്ക് വരുന്നു. ഇനി ബെഞ്ചമിൻ മൊളോയ്സിനെ തൂക്കിലേറ്റാൻ നിമിഷങ്ങൾ മാത്രം. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും പറയുവാനുണ്ടോ? ബെഞ്ചമിൻ മൊളോയ്സ് ചുറ്റിലേക്ക് നോക്കി. ജയിൽ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, നിരവധി പേർ ചുറ്റിൽ നിൽക്കുന്നു. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ബെഞ്ചമിൻ മൊളോയ്സ് പറഞ്ഞു, സുഹൃത്തുക്കളെ, മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല. ഈ ലോകത്തു നിന്നും അനീതിയും അക്രമവും അധർമ്മവും ഇല്ലാതാകണമെങ്കിൽ അതിനെതിരെ പോരാടി നിരവധി പേർ രക്തസാക്ഷികളാകേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ ലോകത്ത് സമത്വം കൈവരികയുള്ളൂ, സമാധാനം ഉണ്ടാവുകയുള്ളൂ. സമത്വം ജയിക്കട്ടെ, സത്യം ജയിക്കട്ടെ. ബെഞ്ചമിൻ മൊളോയ്സ് കൈകൾ ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി അവിടെ നിൽക്കുകയാണ്. ആരാച്ചാർ ബെഞ്ചമിൻ മൊളോയ്സിന്റെ അടുത്തേക്ക് എത്തി. യുവകവി ബെഞ്ചമിൻ മൊളോയ്സ് ഉച്ചത്തിൽ പാടുന്നു. ജനതയ്ക്കു വേണ്ടി ജനത തന്നാടിന്റെ ജയശങ്കനാദം മുഴക്കാൻ, ജനതയ്ക്കു വേണ്ടി ജനത തന്നാടിന്റെ ജയശങ്കനാദം മുഴക്കാൻ, മരണത്തിൻ മുന്നിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ടരുളി വീര സന്ദേശം,
മരണത്തിൻ മുന്നിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ടരുളി വീരസന്ദേശം. വിപ്ലവം ജയിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ, വിപ്ലവം ജയിക്കട്ടെ. ആരാച്ചാർ ബെഞ്ചമിൻ മുളോയ്സിന്റെ അടുക്കലേക്ക് എത്തി. ബെഞ്ചമിൻ മുളോയ്സിനെ ആ തൂക്കുമരത്തിന് താഴേക്ക് നിർത്തി. മുന്നിലേക്ക് വെച്ചിരുന്ന് ബന്ധിച്ചിരുന്ന കൈകൾ അത് പിന്നിലേക്ക് വെച്ച് ബന്ധിച്ചു. ഒരു കറുത്ത തുണി കൊണ്ട് ആരാച്ചാർ ബെഞ്ചമിൻ മുളോയ്സിന്റെ മുഖം മൂടി. അതൊരു കൊലക്കയർ താഴ്ന്നു വരുന്നു. ബെഞ്ചമിൻ മുളോയ്സിന്റെ കഴുത്തിന് നേരെ ഒരു കൊലക്കയർ താഴ്ന്നു വരുന്നു. ആരാച്ചാർ അതിന്റെ കുരുക്കെടുത്ത് ബെഞ്ചമിൻ മുളോയ്സിന്റെ കഴുത്തിലേക്ക് ഇട്ടു. ആരാച്ചാർ അവിടെ നിന്നും മാറി. ബെഞ്ചമിൻ മുളോയ്സ് നിൽക്കുന്ന പലക നീങ്ങുവാനുള്ള ആ ലിവറിലേക്ക് ആരാച്ചാരുടെ കൈകൾ എടുക്കുന്നു. ആ ലിവർ അമർന്നു. പലക നീങ്ങി. ബെഞ്ചമിൻ മുളോയ്സിന്റെ കഴുത്തിൽ കൊലക്കയർ മുറുകുന്നു. ഗംഭീരമായിട്ടുണ്ടല്ലേ? ഗംഭീരമാകുന്നു എന്ന് മാത്രമല്ല, പ്രേക്ഷകർ ഇതാ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാക്കിക്കുള്ളിലെ കലാഹൃദയത്തിന് സോമൻ അഭിനന്ദനങ്ങൾ നേരുന്നു. ശുദ്ധ കലാകാരനാണ് ഈ പോലീസുകാരെന്ന് ബിലാല് പറയുന്നു. താജുദ്ദീൻ അത് തന്നെ ആവർത്തിക്കുന്നു. പോലീസുകാരുടെ കലാഹൃദയം ആരും കാണാതെ പോകരുതെന്ന് പഴനി പറയുന്നു. നാളെ ഇനി യൂണിഫോം ഒക്കെ ഇട്ട് പുറത്തു വെക്കുമ്പോ ആ പഴയ പേടിയൊക്കെയാണ്. സന്തോഷം. പോലീസ് ഇപ്പൊ ജനങ്ങളുമായിട്ട് ചേർന്ന് പോവുകയാണല്ലോ, പഴയതുപോലെ അല്ലല്ലോ. ജനങ്ങൾ ഏറ്റവും ഇഴുകിച്ചേർന്ന ഒരു കാലഘട്ടമാണല്ലോ പോലീസ്. സോമൻ പറയുന്നുണ്ട് പോലീസിൽ ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല. ഒരുപാട് തീർച്ചയായും നമ്മുടെ സേന, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിൽ നിന്നും നല്ല സഹായം നൽകുന്ന സപ്പോർട്ട്. നമ്മുടെ സന്ധ്യ മേഡമൊക്കെ ഇരുന്ന സ്ഥലമാണല്ലോ. കലാകാരന്മാരെ ധാരാളം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സേനയാണ് കേരള പോലീസ്. വളരെ അഭിമാനമുള്ളതാണ് കേരള പോലീസിൽ ജോലി ചെയ്യുമ്പോൾ. മറ്റേതൊരു വിഭാഗത്തെക്കാളും അത് മാത്രമല്ല, ഒരു കലാകാരനിൽ ഏറ്റവും കൂടുതൽ അനുഭവം നൽകുന്നത് പോലീസാണ്. എന്തുകൊണ്ടായിരിക്കും? പോലീസാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് നിൽക്കുന്നത് ഏതവസ്ഥയിലും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സേനയുടെ ഭാഗമാകാൻ കഴിഞ്ഞതൊക്കെ വലിയൊരു അനുഭവം. പാട്ട് പാടുമോ എന്ന് നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. കഥ പറയും. ഗാംഭീര്യമുള്ള ഈ ശബ്ദത്തിൽ പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ. ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ കഥ പറയും. കഥ പറഞ്ഞ് മലയാളിയുടെ ഇഷ്ടം നേടിയ ഞങ്ങളുടെ റിയാലിറ്റി ഷോയുടെ ഫൈനലിസ്റ്റ് ആണ് കഥ പറയുമ്പോൾ. കാരണം കഥാപ്രസംഗം എന്ന ആ കലയ്ക്ക് നമ്മൾ നൽകിയ ഒരു വലിയ പിന്തുണ കൂടിയായിരുന്നു കഥ പറയുമ്പോൾ. കഥാപ്രസംഗത്തിന്റെ ആ പൂർവ്വ പ്രതാപത്തിലേക്കൊന്നും നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വാസമില്ല. പക്ഷേ കഥാപ്രസംഗത്തിന് ആ 2000-ന്റെ തുടക്കത്തുണ്ടായ ആ പിന്നോട്ട് പോക്ക് തിരിച്ചു കൊണ്ടുവന്നത് കൈരളി തന്നെയാണ്. അത് കൈരളിക്ക് കഴിയുള്ളൂ കേട്ടോ. അതിനകത്ത് പറയാം, മറ്റെത്ര ചാനലുണ്ടെങ്കിലും ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, കൈരളിക്ക് കഴിയും. ഇത്തരത്തിലുള്ള മാമ്പഴം പോലെയുള്ള ആ പരിപാടികൾ, ആ കവിതകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി പട്ടുറുമാല് തുടങ്ങിയത്, പിന്നീട് ഈ കഥാപ്രസംഗത്തിന്റെ ഇത്രയും ഉന്നതിക്ക് വേണ്ടി കഥ പറയുന്നത് എല്ലാ കലകളും ജനകീയമാണ്. ആ ഒരു സന്ദേശമാണ് കൈരളി നൽകിയത്. കൈരളി നൽകിയ ആ ഒരു സന്ദേശം മറ്റാർക്കും പിന്നീട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി ഈ കോമഡി റിയാലിറ്റി ഷോകളൊക്കെ തുടങ്ങുന്നത് നമ്മൾ കൈരളിയായിരുന്നു തുടങ്ങുന്നത്. അതിനുശേഷമാണ് മറ്റുള്ളവർ ഓരോ പരിപാടികളും എല്ലാ പരിപാടികളും അനുകരിച്ച് മറ്റു ചാനൽ വന്നെങ്കിലും പക്ഷേ കഥാപ്രസംഗത്തെ അവർ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ തയ്യാറായില്ല. അത് കൈരളിക്ക് കഴിയൂ. കഥാപ്രസംഗത്തെയും കവിതകളെയും സാമൂഹ്യ ബോധമുള്ള നാടകങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ കൈരളിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. നമ്മുടെ കുടുംബാംഗത്തിന് നന്ദി പറയേണ്ട ആവശ്യം, കാരണം അത് മോശമാകും. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ആരോടും നന്ദി പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇനി തിരികെ ഡ്യൂട്ടിയിലേക്കാണോ? തീർച്ചയായും ഇന്നത്തെ ദിവസം കൂടി ഇവിടെ നിന്ന് കഥാപ്രസംഗ മത്സരമുണ്ട്. HSSന്റെ കഥാപ്രസംഗ മത്സരം. അത് തീർച്ചയായും കാണണം. കഴിഞ്ഞ ഒരു 99-ലാണ് അവസാനമായി ഞാൻ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം 2000 മുതൽ ഇങ്ങോട്ട് വളരെ വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ വർഷവും എല്ലായിടത്തും പോയി കാണാറുണ്ട്. എല്ലാ സ്കൂൾ കലോത്സവങ്ങളും കാണാറുണ്ട്. ഇപ്രാവശ്യത്തെ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. കൊല്ലത്തെത്തുമ്പോൾ സാധാരണ നമ്മൾ ഈ മലബാർ മേഖലയിലാണ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം മേഖലകളിലാണ് വലിയ ആവേശത്തോടു കൂടി ജനങ്ങൾ ഈ കലോത്സവത്തെ കാണുന്നത്. അവിടെ ഒരു ഉത്സവം തന്നെയാണ്, ജനങ്ങൾ ആകെ ഒഴുകുന്നത് കണ്ടിട്ട്. പക്ഷെ ഇത്തവണ കൊല്ലംകാർ ഞെട്ടിച്ചു. ഞാനിപ്പോൾ അത് ചിന്തയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൊല്ലത്താണ് കഥാപ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ, കഥാപ്രസംഗം കലോത്സവം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ആശങ്കയുണ്ടാകും. സത്യം പറയാലോ, ആളുണ്ടാകുമോ എന്ന്. പക്ഷേ ആ ആശങ്കകളെയൊക്കെ അസ്ഥാനത്താക്കി കൊല്ലം ഏറ്റെടുത്തു. ഒരു സംശയമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പവലിയിൽ നിൽക്കുന്നു, പോലീസ് പവലിയിലുണ്ടായിരുന്നു. അപ്പോൾ തെന്മല ഭാഗത്ത്, അതായത് അങ്ങേയറ്റത്ത് കൊല്ലത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ എത്തുകയാണ്. അത് അവരുടെയൊന്നും കുട്ടികൾ ഇവിടെ മത്സരിക്കുന്നില്ല, ബന്ധുക്കൾ മത്സരിക്കും. പക്ഷേ എങ്കിലും ഇതൊരു ആവേശമാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഈ 72 ഏക്കർ, ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് പോകുന്നത്. 72 ഏക്കറും നിറഞ്ഞ് വാഹനങ്ങളും ആളുകളും നിൽക്കുന്ന വലിയ ആവേശമാണ്. കൊല്ലമാകെ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ജനങ്ങൾ ഇത് ഏറ്റെടുത്തതിൽ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയല്ലേ, നമ്മൾ അതിന്റെ പകിട്ടൊട്ടും കുറയ്ക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ പകിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ മലബാർ മേഖലകളായിരുന്നു വലിയ ആവേശം.
ഇപ്പൊ ജനങ്ങളാകെ ഒഴുകിയെത്തുന്നു, എല്ലാ വീടുകളിൽ നിന്നും എത്തുകയാണ്. വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹം അത് പറയുമ്പോഴും ഒരു കഥാപ്രസംഗ ശൈലിയിലാണ് അതുകൊണ്ട് പറയുന്നത്. ആ ശബ്ദത്തിൽ എപ്പോഴും എന്തായാലും നിങ്ങളെ വീണ്ടും കൊല്ലംകാർ ഒരുമിച്ചായപ്പോ നമ്മള് പാവം പിടിച്ചവര് പുറത്തായി. ചിന്ത നേരത്തെ വന്നപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സേനയുടെ ഭാഗമായി ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ച് ഈ കഥ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരോട് സംവദിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ, ഈ കലോത്സവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആവേശത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു കഥാപ്രസംഗനെ സംബന്ധിച്ചിടത്തോളം 3 കാലഘട്ടങ്ങളാണ്. 99 ഇവിടെ നടക്കുമ്പോൾ മത്സരാർത്ഥി, 2008 ഒരു സംഘാടകൻ, 2024 ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആസ്വാദകനായും ഇവിടെ പോലീസ് പവലിയനോടൊപ്പം നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൊല്ലത്തുകാരോട് പറയാനുള്ളത്, വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും ജനങ്ങൾ ഇങ്ങനെ എത്തുമെന്നും ഇത്ര ആവേശത്തിലാകുമെന്നും ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആരും, ഇത്രയും ജനങ്ങൾ ഉണ്ടാകുമെന്ന് കലോത്സവത്തിനുണ്ട്. കാരണം അത്രയ്ക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഈ കൊല്ലത്ത് എല്ലാ മേഖലകളിൽ നിന്നും ലീവ് എടുത്തും അല്ലാതെയും ഒക്കെ നല്ല സജീവ സാന്നിധ്യമുണ്ട്. കൊല്ലത്തുകാർക്ക് പ്രത്യേകം നന്ദി. അതെ. അപ്പോൾ ഓക്കെ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെയും നമ്മൾ കേട്ടു.